സാക്ഷരതാ പ്രവർത്തകയായ പത്മശ്രീ KV റാബിയ വിടവാങ്ങി എന്ന വാർത്ത അറിയിക്കുന്നു. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചതാണ് KV റാബിയെ. എന്തായാലും വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് KV റാബിയയുടെ വിടവാങ്ങൽ. സാക്ഷരതാ രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചായിരുന്നു രാജ്യത്തിൻ്റെ ആദരം. 2014 സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്നം അവാർഡ് നേടിയിരുന്നു. അംഗവൈകല്യത്തിൻ്റെ പരിമിതികളെ മറികടന്നാണ് 1990 കേരള സാക്ഷരതാ മിഷൻ്റെ പ്രവർത്തനത്തിലൂടെ മികച്ച പങ്കുവഹിച്ചതിലൂടെ റാബിയ പൊതുരംഗത്ത് അറിയപ്പെട്ടത്. റാബിയയുടെ ആത്മകഥയുടെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. അതും ഓർമ്മിക്കണം. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന കൃതി. റാബിയ എന്ന വാക്കിൻ്റെ അർത്ഥം വസന്തം എന്നാണത്രേ. റാബിയയുടെ ജീവിതവും ഒരുപക്ഷെ പലരുടെയും ജീവിതത്തിൽ വസന്തം തീർത്തതാണ് അല്ലേ. റാബിയയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന ആത്മകഥ ഒന്നു മാത്രം മതി. ചക്രക്കസേരയിലാണ് ഇരുന്നു പോയതെങ്കിലും അവർ ഇരിക്കുകയല്ല ചെയ്തത്, അവർ ചലിക്കുകയായിരുന്നു. ചലിച്ചുകൊണ്ട് നമ്മളെ ചലിപ്പിക്കുകയായിരുന്നു. പലപ്പോഴും പരിമിതികൾ നമുക്ക് അനുഗ്രഹവും സാധ്യതയുമാണെന്ന് തെളിയിച്ചു തരുന്നു റാബിയ. 59 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു കാലം കൂടി റാബിയ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ നിമിഷം നമ്മൾ ആഗ്രഹിക്കുന്നു.